മൃദുല എത്ര ക്ലാസ്സിലാണ്? ചെറിയ ക്ലാസ്സിൽ തുടങ്ങി പഠിത്തമല്ലേ? ഞാൻ ചെറുതാകുമ്പോൾ തന്നെ തുടങ്ങി. മൃദുലനെ ഒരു ഗായികയാക്കണമെന്ന് കുടുംബം തീരുമാനിച്ചത്? അയ്യോ, അങ്ങനെയല്ല സർ. ജോബേട്ടൻ പറഞ്ഞ പോലെ തന്നെ അവർക്കും പാടാനും, രണ്ടുപേർക്കും അച്ഛനും അമ്മയ്ക്കും പാടാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് വേണ്ടതുപോലെ പഠിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ റിയാലിറ്റി ഷോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതെ, നമ്മളെ ഒരു ജനറേഷന് കിട്ടിയ പോലെ പ്ലാറ്റ്ഫോമൊന്നും അന്നത്തെ ഒരു ജനറേഷനിലുള്ളവർക്കൊന്നും അധികം കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ മാക്സിമം പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളത് അവർക്ക് എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു, അച്ഛനും അമ്മയ്ക്കും. അങ്ങനെ ഇതുവരെ അവർ സപ്പോർട്ട് ചെയ്ത് വരുന്നു. എന്തായാലും ഫാമിലിയാണ് നിങ്ങളുടെയൊക്കെ രണ്ടുപേരുടെയും സംഗീതത്തെ പ്രോത്സാഹിപ്പിച്ചത്. പക്ഷേ ഫാമിലി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളൊന്നും സംഗീതത്തിലേക്ക് വരില്ലായിരുന്നു. മൃദുലയ്ക്കാണെങ്കിൽ അച്ഛൻ മാത്രമല്ല, അതാ നോക്കി എവിടുന്നാ തുടങ്ങുന്നത് സപ്പോർട്ട്. അമ്മ വഴിക്ക് നോക്കിയാലും അച്ഛൻ വഴിക്ക് നോക്കിയാലും മൃദുലയ്ക്ക് പാട്ടിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്. മൃദുലയുടെ ഒരു ജ്യേഷ്ഠനുണ്ട്. ജ്യേഷ്ഠൻ മിടുമിടുക്കനായ ഒരു പാട്ടുകാരനാണ്, ജയദീപൻ എന്നാണ് പേര്. അതുകൊണ്ട് മൃദുല പാട്ടുപാടുന്നത് ഞങ്ങൾക്കൊരു അത്ഭുതമല്ല, ഞങ്ങൾക്ക് ഒരു സന്തോഷം അത്രയേ ഉള്ളൂ. ഈ കാലത്ത് മലയാളത്തിൻ്റേതായ സകലതും വലിച്ചെറിഞ്ഞു കളയുന്ന ഒരു പ്രകൃതിയാണ് പൊതുവെ. മൃദുല ആ പഴയ പാരമ്പര്യത്തെ വലിച്ചെറിയുന്നില്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വകാര്യമായ ഒരഭിമാനമാണ്. അമ്മാവനൊക്കെ ഒരുപക്ഷെ വളരെ സന്തോഷത്തോടുകൂടിയാണ് മൃദുലനെ കുറിച്ച് പറയുന്നത്. ഇതിൽ മൃദുലനെ ഇപ്പോഴും അവർ കാണുന്ന അവരുടെ കാലഘട്ടത്തിലുള്ള ആ സംഗീതത്തിൻ്റെ സൗരഭ്യത്തെ ഇപ്പോഴും എന്താ പറയുക കാത്തു സൂക്ഷിക്കുന്ന ഒരാളായിട്ടാണ്. അതെ, അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിയൻ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ഇത്രയൊരു നല്ലൊരു വാക്കുകൾ കേൾക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. രാഘവമാമ ശരിക്കും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല സമയത്തും അവാർഡൊക്കെ വാങ്ങുന്ന സമയത്തും ഭയങ്കരമായിട്ട് എപ്പോഴും എൻകറേജ് ചെയ്തിട്ടേ ഉള്ളൂ. അമ്മാവിന് വേണ്ടി ഒരു പാട്ട് പാടി കൊടുക്കണ്ടേ? മൂപ്പർക്കാണ് പഴയ പാട്ടാണ് താല്പര്യം. മൈക്കെടുക്ക്, പഴയ പാട്ട് തന്നെ പാടാം. അമ്മാവിന് ഇഷ്ടമുള്ള പാട്ട് കൊടുക്കണം കേട്ടോ. ഇവരൊക്കെ പ്രായമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ മുൻചുണ്ടി ഉണ്ടാവും, അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പാടി കൊടുത്തില്ലെങ്കിൽ. ആരാധികയുടെ പൂജാകുസുമം ദൂരെറിഞ്ഞു ദേവൻ, പാപി വെളിയിൽ തള്ളിയമ്പരഗോപുര വാതിലടച്ചല്ലോ. ആരാധികയുടെ